പത്രോസ് യഹൂദരെയാണ് മാനസാന്തരപ്പെടുത്തിയെങ്കിൽ എന്നെ തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളത് യഹൂദരുടെ കാര്യമല്ല. അഹങ്കാരത്തോടുകൂടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണ്. അന്നത്തെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് ഗമാലിയേൽ. ഞാൻ ഗമാലിയേലിൻ്റെ സ്കൂളിൽ പഠിച്ചവനാണ്. നീ മുക്കുവനാണ്, നിനക്ക് എത്ര വിവരമുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, എന്നെ തമ്പുരാൻ വിളിച്ചത് നിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കരം തരാനാണ്. നീ യഹൂദന്മാരോട് പ്രസംഗിച്ചുവെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടത് വിജാതീയരോട് പ്രസംഗിക്കാനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. പത്രോസ് മാത്രമായിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ സഭ ജെറൂസലേമിൽ അവസാനിച്ചേനെ. അതിനപ്പുറത്തേക്ക് പോകാൻ അതിന് കഴിയില്ല. പൗലോസിനെ തട്ടി താഴെയിട്ടത്, പത്രോസിന് പറ്റാത്തത് പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് കർത്താവിന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നോട്ട് കോമ്പറ്റീഷൻ ബട്ട് കോംപ്ലിമെൻറ്റിങ്. ഭാര്യ ഭർത്താവിന് കോംപ്ലിമെൻറ്റിങ് ആണ്, ഭർത്താവ് ഭാര്യയ്ക്ക് കോംപ്ലിമെൻറ്റിങ് ആണ്, മക്കളും കുടുംബവും കോംപ്ലിമെൻറ്റിങ് ആണ്. നമ്മൾ വെറുതെ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ട് കാര്യമില്ല. പരസ്പരം കൂട്ടായ്മയിലെ മുന്നോട്ട് പോകുക. പത്രോസിന് സാധിക്കാത്തത് പൗലോസിന് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വളരെ അഭ്യസ്തവിദ്യനായിട്ടുള്ള പൗലോസിനെ, സൗളിനെ ദൈവം വിളിച്ചത്.